ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ഫാമിലി അവര് സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ അവരുടെ ഒരു ചെറിയൊരു സംരംഭം, ഇതൊരു ചെറിയൊരു റെസ്റ്റോറന്റ് ആണ്. അപ്പോ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതിന്റെ ഇനാഗുറേഷൻ രാവിലെ കഴിഞ്ഞു, ഞങ്ങൾ പോയി. ഇപ്പോ ഈവനിങ് ഞങ്ങൾ അതിന്റെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പൊ രാവിലത്തെ ഇനാഗുറേഷൻ നമ്മൾ പോയെന്ന് ചിന്നു പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം, നിങ്ങൾ അന്നേരം രാവിലത്തെ ഇനാഗുറേഷൻ വീഡിയോ കണ്ടിട്ട് വാ. അപ്പൊ തന്നെ ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് വീഡിയോയുടെ എൻഡിൽ നമുക്ക് കാണിക്കാം. ഇപ്പൊ വൈകുന്നേരം ആണല്ലോ ഹോട്ടലിലെ ഒരു വൈബും അവിടെ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. പറ്റിയ നമുക്ക് അതും കൂടെ കവർ ചെയ്യാം. വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളും കൂടെ നമുക്ക് അതിനകത്ത് വരാം. അപ്പോഴത്തേനും നിങ്ങൾ പോയിട്ട് നമ്മുടെ രാവിലത്തെ വിഷ്വൽസ് കണ്ടിട്ടോ, ഉദ്ഘാടനത്തിന്റെയും പ്രേയറിന്റെയും വിഷ്വൽസ് കണ്ടിട്ട് വരുമ്പോഴത്തേനും ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്താനുള്ള ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തേ. ആയതുകൊണ്ട് ഇന്ന് ഇത് തുറന്ന് പ്രവർത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വാർഡ് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യും. അതുപോലെ ഈ റെസ്റ്റോറന്റ് രാജദാസൻ, ഇതാണ് പേര്. രാജാവിനെ പോലെ ആയിരിക്കട്ടെ. അദ്ദേഹത്തിന് കുടുംബത്തിൽ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ഈ റെസ്റ്റോറന്റ് ഈ ദേശത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹവും എല്ലാ കസ്റ്റമേഴ്സും വന്ന് അവര് രുചികരമായ വിശാലമായ ഭോജനം കഴിച്ച് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ വാഗ്വാദങ്ങളോ ഭിന്നാഭിപ്രായങ്ങളോ ഒന്നുമില്ലാതെ വലിയ ഈ പറഞ്ഞ പോലെ ഫാമിലി റെസ്റ്റോറന്റായിട്ട് തീരുമാനം കൂടുതൽ അനുഗ്രഹമായി തീരുമാനം ഇടയാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ട് പാടി അതേപോലെ വലിയ സേവനമായി അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടി അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വലിയ അനുഗ്രഹിക്കുമാണ്. എന്നെ കരുതുന്ന കാത്തനവൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ മനോഹരമായ നല്ല പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. അത് നല്ല മനസ്സിലായിട്ട് ദൈവം കൂടുതലായി ലാഭമായ അനുഗ്രഹമായ നേട്ടമായ സകൽ സമൃദ്ധിയായ എല്ലാ
പിന്നെ ഓരോ അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് റിബണൊക്കെ കട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കടയ്ക്കകത്തോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ്, റിലേഷൻസ്, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവരും കടയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കരുതുന്ന പോലെ അത്ര ചെറിയ കടയൊന്നുമല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര വിശാലമായ ഒരു കട തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ളത് കിച്ചൻ്റെ സൈഡിലൊരു പ്രാർത്ഥനയുടെ കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന അവിടെയുണ്ട്, എല്ലാം മംഗളമായിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രാർത്ഥന കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പം അമ്മമാരും ചേച്ചിമാരും എല്ലാവരും കടയൊക്കെ ചുറ്റി കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി പാലുകാച്ചുണ്ട്. അപ്പോൾ ഇനി പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് പാലുകാച്ചിലേക്ക് പോകാം. ഇവിടെ പാചകം എടുക്കുന്നതായ ആഹാര സാധനങ്ങളെല്ലാം രുചികരവും അനുഗ്രഹവും മനോഹരമായി ചെയ്യുവാനിടയാകണം. അപകടങ്ങൾ പതിയിരിക്കുന്ന അഗ്നികള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അഗ്നി നാലാമനായ ദൈവം ഇവിടെ യാതൊരുവിധ അപകടങ്ങളോ മറ്റൊന്നുമില്ലാതെ കളപ്പുരങ്ങൾ നിറഞ്ഞു കവിഞ്ഞ പോലെ ആകാര സാധനം നിറഞ്ഞു കവിഞ്ഞ പോലെ കർത്താവെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട കിച്ചനായി ചെയ്യുവാനിടയാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും കാരണയായി ചോദിക്കുന്നു. കേൾക്കണം, ശ്രദ്ധിക്കേണ്ടവരേക്കും. കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവോട് അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളണം. ആമേൻ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പാല് കാച്ചിനുള്ള പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാസ്റ്ററും ഓണർ ചേച്ചിയും കൂടെ അടുപ്പ് കത്തിച്ചു. നല്ലതായിട്ട് ഒരു മംഗളകരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു അവിടെ നടന്നത്. അപ്പം ബാക്കി കുക്കിംഗ് എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ചിക്കൻ കറിയും ബീഫിൻ്റെ കറിയും കടലക്കറിയൊക്കെ അവിടെ നടക്കുന്നത്. നല്ല മണമുണ്ട് ആ കിച്ചണിൽ നിൽക്കുമ്പം തന്നെ. അപ്പം ഇന്നും കൂടെ അല്ലേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കിച്ചണിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ചുറ്റി വരുന്ന സമയം കൊണ്ട് ഇതേ നമ്മുടെ പാലൊക്കെ കാച്ചി തിളച്ച് തൂകിയിട്ടുണ്ട്. അപ്പം പറയില്ല, ചില പറയുക ഒരു സൈഡിലോട്ട് തൂകണം. അപ്പം എന്തൊക്കെയാണോ വേണ്ടത് ആ രീതിയിൽ 4 സൈഡിലോട്ടും പാല് തിളച്ച് തൂക്കിയിട്ടുണ്ട്. ഇനി ആർക്കും അതിന് പരാതിയൊന്നും വേണ്ട. അപ്പം നല്ലതുപോലെ പാലൊക്കെ തിളച്ച്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കിങ്ങിലേക്കാണ്. കാരണം എല്ലാവരും വന്നിരിക്കുന്നവർക്ക് ആദ്യത്തെ കച്ചവടം നടത്തണമല്ലോ. അപ്പം കല്ലൊക്കെ ചൂടാക്കി. ഇതാണ് ഓണർ ചേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ ഇനിയിപ്പം ദോശ ചൂടാനുള്ള പ്ലാനിലാണ്. അവിടെ ദോശ, അപ്പം ഇടിയപ്പം, പൊറോട്ടയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഒരു ഇനാഗുറേഷൻ ഡേ ആയതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, അവർക്ക് പരിമിതമായ കാര്യങ്ങളൊക്കെ ഇപ്പം ഉടനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ദോശയും പൊറോട്ടയാണ് അവർ ആദ്യം തന്നെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം ദോശ ചുട്ടുകൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം സൗകര്യമുള്ള കട തന്നെയാണ്, നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ ഒരു കുറച്ച് പേർക്ക് അധികം വന്നിരിക്കാനുള്ള സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു. അപ്പം ഇനാഗുറേഷൻ ആയതുകൊണ്ട് അവർ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തവരെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ റെഡിയായിരിക്കുന്നത്. കുറേ പേര് ചായ കുടിക്കുന്നു, കുറേ പേര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കാരണം രാവിലെ 9 മണി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. അപ്പം എന്ത് എല്ലാവരും അതിൽ നിന്ന് കുറേ പേര് സംസാരിക്കുന്നു, തമാശ പറയുന്നു. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് ചായക്കടയുടെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ചായ അടിക്കുന്ന ചേട്ടൻ ഷാജഹാൻ എന്ന പുള്ളിയുടെ പേര്. അപ്പം നല്ല അടിപൊളി ചായയാണ്. നിങ്ങൾക്ക് എൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുവഴി പോകുന്നവർക്ക് കയറി കണ്ടു നോക്കാമെന്നുള്ളതാണ്, കഴിച്ച് നോക്കാമെന്നുള്ളതാണ്. അപ്പം നല്ല ചായയാണ്. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ വന്ന് ചായ മേടിച്ച് കുടിക്കുകയാണ്. അപ്പം ഇനിയുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് ബാക്കി അവർ കുറച്ച് മെനുവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ വന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. കാരണം അവർ വീട്ടിൽ ചെയ്ത് കുടിക്കുന്നതിനെ കഴിഞ്ഞും അവർക്ക് വേറൊരാൾ ചെയ്ത് കൊടുക്കുന്ന പ്രത്യേക താല്പര്യമില്ലേ. പിന്നെ കുറേ പേര് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റമായ മലയാളികളുടെ വികാരമായ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പൊറോട്ട കഴിക്കുന്നു, എന്നാലും നമ്മൾ ചെയ്യുന്ന കാണുന്നൊരു പ്രത്യേക ഭംഗി. അങ്ങനെ എല്ലാവർക്കും ഒരു സ്കിൽഡായിട്ട് പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ബാക്കി ദോശയപ്പം പുട്ടൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാക്കുമെങ്കിലും പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ള ഇച്ചിരി മെനക്കെട്ട പാടാണ്. അപ്പം നമ്മൾ നേരിട്ടൊന്ന് ഒരു ഹോട്ടലിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാമല്ലോ. നമ്മൾ കഴിക്കുന്നില്ലേ കൂടുതലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ. നല്ല വലിയ കല്ലിൽ അത്യാവശ്യം വലിയ സൈസുള്ള പൊറോട്ടയാണ് അവർ കൊടുക്കുന്നത്. തീരെ കുഞ്ഞു പൊറോട്ടയൊന്നുമല്ല. ഒരാൾക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ വയറ് നിറയുന്നതൊക്കെയുള്ള വലിയ പൊറോട്ടയാണ് അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബീഫ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ തോരനുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ ഇതിൻ്റെ വൈകുന്നേരം ഉള്ളൊരു വിഷ്വലും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരത്തെ ഒരു വൈബ് അറിയാമല്ലോ. നമ്മുടെ നാട്ടിൻപുറത്ത് തട്ടുകടയെന്ന് പറയുമ്പം അല്ലെങ്കിൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആയിരിക്കും കുറച്ച് കൂടുതൽ ആൾക്കാർ വരിക. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വിഷ്വൽസ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ മാക്സിമം ശ്രമിക്കാം. അപ്പം പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അടിച്ച് പദം വരുത്തുക എന്നുള്ള രീതിയുണ്ട്.
ഇത് ഇങ്ങനെയാണ് അടിച്ച് പദം വരുത്തുമ്പോൾ ഈ പൊറോട്ട ഇങ്ങനെ പൂ പോലെ വിരിഞ്ഞ് വരുന്നതും നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ആ ചൂടാണ്, അസാധ്യ ചൂടാണ്. അപ്പോൾ ആ ചൂടത്ത് അടിക്കുന്ന പോലത്തെ ഒരു ചടങ്ങാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വിഷ്വൽസും കൂടെ കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇനാഗ്രേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളും പൊന്നൂസ് കിച്ചണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഉത്സവം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പൊന്നൂസ് കിച്ചന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കിച്ചൻ്റെയും നമ്മുടെ ആ ഹോട്ടലിൻ്റെയും പരിസരം എല്ലാം മൊത്തം ലൈറ്റായിട്ട് അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ പൊന്നൂസ് കിച്ചൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. അപ്പം തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉത്സവം കാണാൻ വരുന്നവരും മറ്റുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നാളെയാണ് ഉത്സവം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ചിക്കൻ തോരനാവുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, ബീഫ് ഫ്രൈ ഓൾറെഡി ആയി വിളമ്പി വെച്ചേക്കുന്നു, ചിക്കൻ കറി ആയത് വെച്ചേക്കുന്നു, ചിക്കൻ ഫ്രൈ ആയത് വെച്ചേക്കുന്നു. പിന്നെ വരാൻ പോകുന്നവർക്കും നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നു, ദോശ ആയിക്കൊണ്ടിരിക്കുന്നു, ഓംലെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഫ്ലെഡ്ജിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓംലെറ്റ് സെറ്റായി, ചിക്കൻ ഫ്രൈ വറുത്ത് കോരി പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് വറുത്ത് കോരി അങ്ങനെ വെച്ചേക്കുമല്ല, വരുന്ന അനുസരിച്ചാണ് ചൂടോടാണ് അവർ സെർവ് ചെയ്യുന്നത്. അതാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ല ചൂട് ചിക്കൻ ഫ്രൈ കിട്ടും. പിന്നെ നമ്മുടെ സാമ്പാർ, ചമ്മന്തി, മുളക് ചമ്മന്തി ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളും എല്ലാത്തിനും കുറച്ച് പോർഷൻ എടുത്തേക്കുന്നത്, അങ്ങനെ ഫുൾ പോർഷൻ എടുക്കാതെ കുറച്ച് പോർഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ദോശ നമ്മൾ എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പൊറോട്ടയ്ക്കാണല്ലോ ഒരു പൊറോട്ട ബീഫ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ ഞങ്ങളങ്ങനെ എടുത്തേക്കുന്നത്. അപ്പം ചിന്നു എന്തായാലും പൊറോട്ട ബീഫും കഴിക്കത്തില്ല. അപ്പം ഞാൻ പൊറോട്ടയും ബീഫും പറഞ്ഞു. ചിന്നു ചിക്കൻ തോരനും ചിക്കൻ ഫ്രൈ കൊടുക്കും. പിന്നെ പൊറോട്ട ചമ്മന്തി ആളുടെ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ എവർഗ്രീൻ ഹിറ്റായ പൊറോട്ട ആൻഡ് ബീഫ്. അപ്പം അവിടുത്തെ ബീഫാണെന്ന് തോന്നുന്നത് ഹൈലൈറ്റ്. അപ്പോൾ ഞാനിന്ന് പൊറോട്ടയും ബീഫും ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ അതിങ്ങനെ ആ ചാറും മസാലയും എല്ലാം എടുത്തിട്ട് കൊള്ളാം. അത്യാവശ്യം നമുക്ക് മോശമില്ലാത്ത ഒരു റിവ്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരു 9 out of 10 ഇല്ലെങ്കിലും നമുക്കൊരു 7, 8 ഒക്കെ വരെയൊക്കെ നമുക്ക് കൊടുക്കാം. പുതിയ കടയല്ലേ, അപ്പം ഓരോ മാറി വരും. എന്നാലും പക്ഷേ ബാക്കി ചിക്കൻ തോരനൊക്കെ നല്ലതായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും ഹൈലൈറ്റ്. നല്ല ചൂട് ക്രിസ്പി ചെറിയ പീസിൽ ചിക്കൻ ഫ്രൈ. അപ്പം നമുക്കിങ്ങനെ ചുമ്മാ പറക്കി തിന്നാൻ തോന്നും. അതാണ് അവിടെ ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ് എന്നത്. പിന്നെ ഇതിന് ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിങ്കര ചായ്ക്കോട്ട് കോണത്തിൽ നിന്നും മഞ്ചവളാകത്തേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പൊന്നൂസ് കിച്ചൺ വരുന്നത്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്പറിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ സൈഡിലും കാണും. അപ്പോൾ നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് വരിക. ഒരാളിരുന്ന് ചിക്കൻ ഫ്രൈ അടിച്ച് പൊളിച്ച് കയറ്റുവാണ്. പിന്നെ ഇത് നമ്മുടെ നാടൻ പ്രദേശമാണ്. വൈകുന്നേരത്ത് യൂത്ത്മാരെല്ലാം വരുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു വാർഡ് മെമ്പറാണ്. അപ്പം അവരെല്ലാം വന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ നാടൻ വൈബ്. അങ്ങനെ ഒരു വളരെ ഒരു ലൈവായിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമ്മുടെ പൊന്നൂസ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ചായയും ഒരു കട്ടനും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചായയും കട്ടനൊക്കെ വന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരിക്കുന്നു. പുതിയ ആൾക്കാർ വരുന്നു. കഴിച്ചവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കഴിക്കാനുള്ളവർ പിന്നെയും വരുന്നു. പാഴ്സൽ വാങ്ങാനുള്ളവർ വരുന്നു. അങ്ങനത്തെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ അതുവഴി പോകുന്നവർ കയറി കഴിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ മെനുവും കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ഹാപ്പിയായിട്ട് ഫുഡ് കഴിക്കുക, നല്ല രീതിയിലിരിക്കുക. നമുക്ക് മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.